കിടന്നിട്ട് അരമണിക്കൂറായിട്ടും ഉറക്കം വരുന്നില്ലേ? ഇതൊന്ന് പരീക്ഷിച്ച് നോക്കൂ. കയ്യിലൊരു മൊബൈൽ ഫോണുമായി ഉറങ്ങാൻ കിടന്നാൽ എങ്ങനെ ഉറക്കം വരാനാണ്? പക്ഷേ ചിലർക്കിതൊരു ശീലമാണ്. ഉറങ്ങാനെന്ന പേരിൽ നേരത്തെ മുറിയിൽ ഇടം പിടിക്കും, പക്ഷേ ഉറങ്ങുകയില്ല. മറിച്ച് സിനിമകളോ റീലുകളോ വീഡിയോകളോ ഒക്കെ കണ്ട് മറിഞ്ഞും തിരിഞ്ഞുമായിരിക്കും കിടത്തം. പക്ഷേ ഫോണൊന്ന് മാറ്റിവെച്ചാലോ, ഉറങ്ങാൻ ശ്രമിച്ചാലോ ചത്താലും ഉറക്കം വരികയുമില്ല. ഈ ശീലമൊക്കെ ഇപ്പോഴേ മാറ്റിയില്ലെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ ആരോഗ്യം ഇല്ലാതാക്കുകയാണെന്ന് പറയേണ്ടി വരും. ഇനി ഫോണില്ലാതെ ഉറങ്ങാൻ കിടന്നാലും അരമണിക്കൂർ കഴിഞ്ഞിട്ടും ഉറക്കം വരുന്നില്ലെങ്കിലോ, തലച്ചോറല്ലെങ്കിൽ മനസ്സ് സജീവമായി നിൽക്കുകയാണെങ്കിൽ ഉറക്കം കിട്ടില്ല. ഒരു വശത്ത് സ്ക്രീൻ ടൈമാണ് പ്രശ്നമെങ്കിൽ മറുവശത്ത് മാനസിക സമ്മർദ്ദമാകാം കാരണം. ഇനി വേഗത്തിൽ ഉറങ്ങണമെങ്കിൽ ചില എളുപ്പമുള്ള മാർഗങ്ങൾ പരീക്ഷിക്കാം. ഉറക്കത്തിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുമെന്ന് മാത്രമല്ല, നന്നായി ഉറങ്ങുകയും ചെയ്യാം. ആരോഗ്യ വിദഗ്ധർ പറയുന്നത് ഉറക്കം വന്നില്ലെങ്കിൽ കിടക്കയിൽ അതേപടി കിടക്കുന്ന ശീലം ആദ്യം ഒഴിവാക്കണമെന്നാണ്. തലച്ചോറ് ആക്റ്റീവാണെങ്കിൽ ഉറക്കം വരില്ലെന്ന് മനസ്സിലാക്കി അവിടെ നിന്നും എഴുന്നേൽക്കുക. മറ്റൊരു മുറിയിലേക്ക് മാറാം. കുറഞ്ഞ വെളിച്ചമുള്ള അന്തരീക്ഷത്തിൽ വിരസമായ പ്രവർത്തനങ്ങൾ എന്തെങ്കിലും ചെയ്യാം. സ്ക്രീൻ ടൈം മാറ്റി വെച്ചേക്കണം. മെലാറ്റോണിൻ ഉൽപ്പാദനം നടക്കാൻ വായിക്കാം, അല്ലെങ്കിൽ ജനാലയ്ക്ക് പുറത്തേക്ക് നോക്കിയിരിക്കാം. സ്ക്രീൻ ടൈമിൽ മുഖത്തേക്കടിക്കുന്ന നീല വെളിച്ചമാണ് ഉറക്കമില്ലാതാക്കുന്നത്. ഇതൊഴിവാക്കാൻ പരമാവധി ശ്രമിക്കുകയാണ് ഏറ്റവും എളുപ്പമുള്ള മാർഗം. ഒന്ന് മനസ്സിലാക്കുക, ഫോഴ്സ് ചെയ്തല്ല ഉറങ്ങേണ്ടത്, അത് തനിയെ സംഭവിക്കണം. അനാവശ്യ ശീലങ്ങൾ പരിധി കടന്നു പോകുമ്പോൾ ഉറക്കം തെറ്റും, ആരോഗ്യത്തെയും ഇത് ബാധിക്കും.